തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ആ ദേവികയും നന്ദനും ഇവിടെ കേറി ഇറങ്ങുന്നതേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛൻ ബലരാമൻ സാറാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ? സത്യമായിട്ട് ഇതുവരെ ഈ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. സത്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കേസ് കോടതിയിലെത്തുമ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞേക്കണം. മറ്റൊന്നുമല്ല, ബലരാമനാണ് അച്ഛൻ എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് കോടതിയിൽ അറിയിക്കണം. സിദ്ധാർത്ഥന്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞൊന്നും പറയണം. വെറുതെ കണ്ണുരുട്ടി നോക്കണ്ട, പറഞ്ഞേ പറ്റൂ. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുഞ്ഞുനാളിൽ സിദ്ധാർത്ഥൻ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന സമയത്ത് ആരാണ് അച്ഛനെന്നോ അമ്മയെന്നോ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ല. മതി, കോടതിയിൽ ഇത് പറഞ്ഞാ മതി. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ഞങ്ങൾ തെളിയിച്ചോളാം ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന്. മോളെ, ഇനി ഈ ബഹളം നീട്ടിക്കൊണ്ടു പോതെ ഒന്ന് അവസാനിപ്പിക്കേ. പ്രഭാവതി മേഡത്തിനോട് ഒന്ന് സംസാരിക്കേ. മിണ്ടിപ്പോവരുത്. അവസാനിപ്പിക്കണോ അല്ലേ? അവസാനിപ്പിക്കുന്നുണ്ട്. എല്ലാം ഒന്നൊന്നായിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. ഹലോ. ഇല്ല, ഇവരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. അത് ഞാൻ നോക്കിക്കോളാം. അത് വിട്ടേക്ക്. ഇവരൊന്നും പറയില്ല. ശരി. പാവം നന്ദമോൻ നിൽപ്പ് കണ്ടിട്ട് സങ്കടം വരിക. അമ്മ, നന്ദനോട് ഓരോന്നും ചോദിച്ച് വിഷമിപ്പിക്കൊന്നും വേണ്ട. ചന്ദ്രത്ത് കൊണ്ടുപോകുന്നതിന് മുൻപ് മുരളേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതൊന്ന് സമാധാനിപ്പിച്ചു വിടാൻ വേണ്ടിയാ. നീ ഒന്ന് എഴുന്നേക്ക്, എന്നിട്ട് അകത്ത് പോയി കിടക്ക്. കുറച്ചൊന്ന് ഉറങ്ങ്. രാത്രി മുഴുവൻ സ്റ്റേഷന് പുറത്ത് ദേവിയേക്ക് കാവലിരുന്നല്ലേ. ചെല്ല. വേണ്ട, എനിക്ക് ഉറക്കം വരില്ല. നന്ദ, ഇവനോട് ഞാനൊന്ന് ഉറങ്ങാൻ പറയായിരുന്നു. ഇന്നലത്തെ അലച്ചിലും ബഹളവും സ്റ്റേഷനിലെ കാത്തിരിപ്പൊക്കെ ആയിട്ട് കണ്ടില്ലേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ. നന്ദുമോനെ, കുറച്ചു നേരം പോയി കിടന്നുറങ്ങ. വേണ്ട ആന്റി, ദേവിയോടെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു തെളിവില്ലാതെ ഒരാളെ പിടിച്ചോണ്ട് പോവുക, കോടതിയിൽ പോലും ഹാജരാക്കാതെ സ്റ്റേഷനിൽ ഇരുത്തുക, ഇതിനെതിരെ ഒരു ഓർഡർ വാങ്ങാൻ പറ്റില്ലേ നന്ദ? ഒരു കാര്യമില്ല ഗൗരി. ത്യാഗരാജന്റെ സ്വാധീനത്തിൽ നിൽക്കുമ്പോ തെളിവുണ്ടാക്കാനാണ് പോലീസുകാർക്ക് പ്രയാസം. ആ CI യൂണിഫോമിന് തന്നെ നാണക്കേടാ. ത്യാഗരാജന്റെ ജോലിക്കാരനെ പോലെയാ അയാൾ പെരുമാറുന്നേ. സിദ്ധാർത്ഥൻ സാർ ജയിലില്, ദേവിക പോലീസ് സ്റ്റേഷനില്. പ്രഭക്കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ സഹിക്കും? അമ്മയ്ക്ക് എന്തും സഹിക്കാനുള്ള ശക്തി കിട്ടിയതുപോലെ ഇപ്പോ എനിക്കാ ശക്തിയില്ലാത്തത്. സ്റ്റേഷനിലെ ദേവികയുടെ അവസ്ഥ എന്താ? ആകെ തളർന്നിട്ടുണ്ടാവില്ല അവര്. അക്കാര്യത്തിൽ എനിക്കൊരു ആശ്വാസം. ദേവി നല്ല സ്ട്രോങ്ങാ. പോലീസിനോട് പറയേണ്ടതൊക്കെ പറയുകയും ചോദിക്കേണ്ടതൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ വെറുതെ കുറച്ച് ബഹളം വെച്ചതേ ഉള്ളൂ. അവള് പക്ഷേ നല്ല ഷാർപ്പായിട്ടാണ് പ്രതികരിക്കുന്നത്. ആ ഒരു ദേഷ്യം കൂടി പോലീസ് തീർക്കുവോ? ഒന്നും അറിയില്ല ആന്റി. പ്രഭാന്റിയുടെ പത്രസമ്മേളനം വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. ചന്ദ്രമതി ആന്റി ഇനി അടങ്ങിയിരിക്കുവോ? അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? ഇനിയിപ്പോ അവരെന്ത് ചെയ്യാനാ? ഒരു കുടുംബത്തെ മുഴുവൻ കുളം കോരിയില്ലേ.
ഇനി പ്രത്യേകിച്ച് ഇപ്പൊ എന്ത് ചെയ്യണം? ഇല്ല മുരളി, അവർ പലതും ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പാവം, സ്റ്റേഷനിൽ ദേവിയുടെ അവസ്ഥ എന്താണോ എന്തോ. എന്താ നീ ടെൻഷൻ ആവണ്ട. നീ ആ ചായം കുടിച്ചേ. അയ്യടാ, വീട്ടിലിരുന്ന് ആഹാരം കഴിക്കും പോലെയാണല്ലോ കഴിക്കുന്നത്. ഇവക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി നല്ല ശീലം അലക്സേ. നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ സാറേ ജീവിക്കുന്നത്. ആഹാരം വൈകിയ പിന്നെ എനിക്ക് ഭ്രാന്താവും. അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത് വരും. നിന്നെ സ്റ്റേഷൻ, കോടതി, ജയിൽ അങ്ങനെ വട്ടം ചുറ്റി ഓടിക്കും ഞാൻ. ഓടി ഓടി നിനക്ക് ഭ്രാന്താവും, അതുറപ്പാ. അതിനു മുമ്പ് ദേ നിന്റെ വാശിയും വെല്ലുവിളി ഞാൻ അവസാനിപ്പിച്ചു തരാം. നിനക്കൊരു ശിക്ഷ വാങ്ങി തന്നിട്ട് വേണം നിന്റെ ഭർത്താവ് ആ നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പിന്നെ ആ ഗിരീഷ് രണ്ടും ഇന്നലെ വന്ന് കുറെ ഷൈൻ ചെയ്തതല്ലേ. സർ, ഞാൻ കാക്കിയെ ബഹുമാനിക്കുന്ന ആളാ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനെ ചെറുതായിട്ട് കാണില്ല. പക്ഷെ സത്യം പറയാലോ, സത്യം പറയാം, സാറിന് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ചെയ്താല്? എന്താ ചെയ്താലെന്ന് അത് പറഞ്ഞറിയിക്കണ്ടല്ലോ സർ, അനുഭവിച്ചറിയേണ്ടതാ. എന്തനുഭവിക്കുന്നാടി? എന്തനുഭവിക്കുന്നു? അതപ്പറഞ്ഞ പോരെ സർ. ഇടി, നിന്നെ പേടിച്ചല്ല ഈ ആഹാരം പോലും തന്നത്. സർ വേണ്ട സർ, പ്രശ്നമാവും. എന്ത് വേണ്ടാന്ന്? ഈ ഞാഞ്ഞൂലിനെ കണ്ട് പേടിക്കണോ? എന്നെ മാനസികമായി തളർത്താനാണ് സാർ എന്നെ ഈ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തളരില്ല സർ. സാറിന് FIR ഇട്ട് എന്നെ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്തതേ എനിക്കെതിരെ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാ. കിട്ടില്ല സർ. സാറിന് എനിക്കെതിരെയല്ല, ചന്ദ്രത്തിലെ ആർക്കെതിരെയും ഒരു തെളിവും കിട്ടില്ല. കാരണം ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെളിവുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ, കാണാം സർ. വാടാ ഇങ്ങോട്ട്. സർ, നല്ല ഭക്ഷണം. താങ്ക് യു മാഡം. ഇത് വ്യക്തമായ ഗൂഢാലോചന ചേച്ചി. ഒരു കൊലപാതകയെ കൈകാര്യം ചെയ്യുന്ന പോലെയാ ആ സിഐയുടെ ഇടപെടല്. തേവക്കാട്ടുകാരും സിഐയും തമ്മില് കൃത്യമായൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. അമ്മേ, എത്രയും പെട്ടെന്ന് അഡ്വക്കേറ്റിനെ വിളിച്ചു പറയണം. ജാമ്യത്തിനുള്ള വഴി അന്വേഷിക്കാം. അതിനെ വരെ കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ ചേച്ചി? FIR ഇട്ടിട്ടില്ല. അതിനകത്ത് ഇരുത്തി മാനസികമായി തളർത്തുക. നന്ദ, നിങ്ങൾ വിഷമിക്കണ്ട. കാര്യങ്ങൾക്ക് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. എന്താ അമ്മേ, സിഐക്കെതിരെ പരാതി കൊടുക്കാനാണോ? അതുകൊണ്ടൊന്നും കാര്യമില്ല ചേച്ചി. അയാൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സേഫ് ആവും. ദേവിയുടെ മനക്കരുത്തുകൊണ്ടാ അവൾ പിടിച്ചിരിക്കുന്നേ. പക്ഷെ ഇനി എത്രത്തോളം പിടിച്ചിരിക്കാൻ പറ്റും? പറഞ്ഞില്ലേ, ഇനി നമ്മൾ സഹിക്കണ്ട. ഞാനൊരാളെ കാണാൻ പോവാ. ഈ കൂടിക്കാഴ്ച കഴിയുമ്പോ കാര്യങ്ങളും നമുക്ക് അനുകൂലമാവും. ആരെ കാണാൻ പോവാമേ? ഞാൻ കണ്ടിട്ട് വരാം, എന്നിട്ട് പറയാം. അമ്മ ആരെ കാണാൻ പോവാടാ? എനിക്കറിയില്ല.
മാഡം മാഡം, സിദ്ധാർത്ഥ സാറിന്റെ ഭാര്യ പ്രഭാവതി മാഡം കാണാൻ വന്നിട്ടുണ്ട്. മാഡം വരാൻ പറയും. ശരി. മാഡം കയറി കണ്ടോളൂ. എക്സ്ക്യൂസ് മീ മാഡം. വരൂ. ഇരിക്കണം. താങ്ക് യു. തിരക്കിനിടയിൽ ഞാൻ വന്നത് ബുദ്ധിമുട്ടായി കാണുമല്ലേ? എത്ര തിരക്കാണെങ്കിലും വളരെ വേണ്ടപ്പെട്ടവര് വരുമ്പോ അവർക്കൊരു പരിഗണന കൊടുക്കണമല്ലോ. മുമ്പൊരിക്കൽ നന്ദന്റെ കാര്യത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് ഈ പറയുന്ന പരിഗണന എനിക്ക് കിട്ടിയിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്കൊരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നിരുന്നു. കണ്ടു കാണുമെന്ന് കരുതുന്നു. കണ്ടിരുന്നു. ഞാൻ കരുതി പത്രസമ്മേളനം കഴിയുമ്പോ മിനിസ്റ്ററുടെ വിളി വരുമെന്ന്. ഞാനെന്തിനാ മാഡത്തിനെ വിളിക്കുന്നേ? അല്ല, കഥയിലെ വില്ലൻ സിദ്ധു ആയിരുന്നില്ലേ? അതിനൊരു മാറ്റം വന്നു. ബലരാമന്റെ മകളാണ് തനൂജയെന്ന് ഞാൻ പത്രക്കാരോട് വിളിച്ചു പറഞ്ഞത് വാർത്തയായി. സിദ്ധുവിനെയും ബലരാമനെയും ഒരേപോലെ ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന മേരി തോമസ് എന്നെ വിളിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ തന്നെ ഒരുപാട് പത്രസമ്മേളനം നടത്തുന്നു. അതിനിടയിൽ മാഡത്തിന്റെ പത്രസമ്മേളനത്തെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഞാൻ വെറുമൊരു പത്രസമ്മേളനം അല്ല നടത്തിയത്. ബലരാമൻ എന്ന നേതാവിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാ. അത് മേരി തോമസിനെ കൂടി ബാധിക്കുന്നതുമാണ്. ബലരാമൻ സാറിനെ കുറിച്ചുള്ള കാര്യം എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത് മാഡം? അല്ല, അതിന് മന്ത്രി എന്തിനാ പരിഭ്രമിക്കുന്നത്? മുഖമൊക്കെ വിളറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞാനൊന്ന് പോയാ മതിയെന്നാകും മന്ത്രിയുടെ മനസ്സിൽ, അല്ലേ? ഇല്ല, ഞാൻ ഇപ്പോഴെങ്ങും പോകുന്നില്ല. ഹലോ, മിനിസ്റ്റർ അല്ലേ? മേരി തോമസ് മാഡം. ചന്ദ്രമതി പറയൂ. എന്റെ കയ്യിൽ നമ്പറുണ്ട്. അത് മാഡം, ഞാൻ വിളിച്ചത് പിന്നെ മേരി തോമസ് എന്ന് വിളിച്ചാ മതി. മാഡം എന്നുള്ള വിളി വേണ്ട. ഞാനൊരു വിഷമം പറയാനാ വിളിച്ചത്. എന്തായിരുന്നു? ബാലുവിന്റെ കാര്യത്തിൽ നടക്കുന്നതൊക്കെ മിനിസ്റ്റർ അറിയുന്നുണ്ടാവുമല്ലോ. നഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് എന്റെ കുടുംബത്തിനാ, എനിക്കാ. ഇപ്പൊ കണ്ടില്ലേ, ബാലുവിന്റെ ആത്മാവിനെ വേദനിപ്പിക്കാൻ, ബാലുവിന്റെ കീർത്തിക്ക് കോട്ടം വരുത്താൻ ആ പ്രഭ കാണിച്ചത്. ബാലുവിന്റെ കുഞ്ഞാണത്രേ തനൂജ. ബാലുവിനെയും സിദ്ധുവിനെയും അടുത്തറിയാവുന്ന ആളാ മിനിസ്റ്റർ. മിനിസ്റ്ററിന് തോന്നുന്നുണ്ടോ ബാലു ഒരു പെണ്ണിനെ ചതിക്കുമെന്ന്? അങ്ങനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ബാലു അവളെ മാത്രമേ വിവാഹം ചെയ്യൂ. അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ വഞ്ചിക്കില്ലായിരുന്നു. ഇനി അഥവാ ബാലുവാണ് ആ കുട്ടിയുടെ അച്ഛനെങ്കിൽ അമ്മ ആരാണെന്ന് പ്രഭയ്ക്കും വീട്ടുകാർക്കും അറിയായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാത്തെ?
ഇത് മറ്റൊന്നുമല്ല, ഞങ്ങളെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തണം, എന്നിട്ട് സിദ്ധാർത്ഥനെ രക്ഷിക്കുക. ഹലോ ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? ചന്ദ്രമതി, ഇവിടെ ഇപ്പൊ എന്നെ കാണാൻ പ്രഭാവതി മാഡം വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചാ മതിയോ? മതി. മിനിസ്റ്റർ എന്ത് പറയുന്നു? മേരി തോമസിന്റെ അടുത്ത് പ്രഭാവതി ഇരിപ്പുണ്ട്. അപ്പൊ അവള് മന്ത്രിയെ സ്വാധീനിക്കാൻ പോയതാ. മേരി തോമസിന് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അത് വെച്ചിട്ടൊരു ആനുകൂല്യം സമ്പാദിക്കാനാ പോയിരിക്കുന്നത്. ചേച്ചി, ഈ വിഷയത്തിൽ നമ്മൾ കാത്തിരിക്കണ്ട. ഞാൻ ചന്ദ്രത്തേക്ക് ചെല്ലാം. എന്റെ രീതിയിൽ ഞാനങ്ങ് തീർത്തേക്കാം. വേണ്ട, അതിനൊന്നും സമയമായിട്ടില്ല. എന്താ ഈ വിഷയത്തിൽ ചേച്ചിക്ക് ഇപ്പോഴൊരു സംശയം ബാക്കി കിടപ്പുണ്ടോ? പ്രഭാവതി പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ബാലു എന്നെ വഞ്ചിക്കില്ല. പക്ഷെ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണോ എനിക്ക്. രാഷ്ട്രീയത്തിൽ വന്നത് മുതൽ സിദ്ധുവും ബലരാമനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമല്ലേ? മന്ത്രിക്ക് അറിയായിരിക്കുമല്ലോ അത്. അറിയാം, അവര് നല്ല കൂട്ടുകാരായിരുന്നു. ബലരാമൻ ആളെങ്ങനെയായിരുന്നു? എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന്. മാഡം, എനിക്ക് പ്രധാനപ്പെട്ട 1-2 മീറ്റിംഗ്സ് ഉണ്ട്. നമ്മുടെ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങി അല്ലേ? അപ്പൊ അങ്ങ് രക്ഷപ്പെട്ടു പോവാന്നാണോ? മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാഡം നടത്തിയ പത്രസമ്മേളനം ഞാൻ കണ്ടു, പക്ഷെ വിളിച്ചു പറയാൻ പറ്റിയില്ല. എനിക്ക് തിരക്കായിരുന്നു. ആദ്യമേ ഞാനത് പറഞ്ഞല്ലോ. ആ വിഷയത്തിൽ എനിക്കിനി സമയം കളയാനില്ല. മന്ത്രിക്ക് മന്ത്രിയുടേതായ ജോലികളുണ്ട്. സ്വന്തം ജോലിയിൽ അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ പുറത്തിറക്കാനും കൂടി തയ്യാറാവണ്ടേ? ഒരു കുറ്റവും ചെയ്യാതെയാ ദേവികയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുന്നത്. എന്റെ ഭർത്താവിനെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നതും തെറ്റൊന്നും ചെയ്യാതെയാ. അതിൽ പരാതി ഉണ്ടെങ്കിൽ മാഡം പോലീസുകാരെയല്ലേ ബന്ധപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർക്ക് കംപ്ലൈന്റ് കൊടുക്കണം. DGP ചെന്ന് കാണൂ. ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബലരാമൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മരണമാണ് സിദ്ധുവിനെ ജയിലിലാക്കിയത്. ബലരാമന്റെ മകളാണ് ദേവികയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. അതിന് മാഡം ബലരാമൻ സാറിന്റെ ഭാര്യയല്ലേ ചെന്ന് കാണേണ്ടത്. എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ബലരാമനെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കാ ഞാൻ മന്ത്രിയെ കാണാൻ വന്നത്. എനിക്ക് മനസ്സിലായില്ല. ബലരാമന്റെ മനസ്സറിയാവുന്ന ആളെന്ന നിലയ്ക്കാണ് മന്ത്രിയെ കാണാൻ ഞാൻ വന്നതെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടുവന്ന വിഷയം തന്നെ പറയേണ്ടി വരുന്നു. ബലരാമന്റെ പ്രണയം. അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ്. പക്ഷെ പല സാഹചര്യങ്ങളിൽപ്പെട്ട് ആ വിവാഹം നടന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാമുകയിൽ അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിച്ചിരുന്നു. അതൊരു പെൺകുഞ്ഞുമായിരുന്നു, തനൂജ. ആ കുഞ്ഞിനെ സിദ്ധാർത്ഥൻ സാറ് രക്ഷിച്ചു. അതൊക്കെ മാഡം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട്. തനൂജയുടെ അമ്മ ആരാണെന്നുള്ളത്. അതിനെക്കുറിച്ച് പറയാനാ ഞാൻ വന്നത്. തനൂജയുടെ അമ്മയുടെ പേര് മേരി എന്നാ. ആരോഗ്യ വകുപ്പ് മന്ത്രി മേരി തോമസ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ മേരി തോമസ് തന്നെയാ തനൂജയുടെ അമ്മ.
തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.